നൈറ്റ് F6 കളിച്ചുകൊണ്ട് നമുക്കെതിരെ എതിരാളി ചാടിപ്പരണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് വൈറ്റ് സൈഡാണ്, അവർക്ക് ബ്ലാക്ക് സൈഡ്. നമ്മൾ ക്യൂനെ ഇറക്കി ക്യൂൻ E2ലേക്ക് കളിക്കുന്നു. കുറേ അധികം പ്രത്യേകതകൾ നിറഞ്ഞ കുറേ അധികം ടെൻഷൻ അടിച്ച കുറേ അധികം കളികളുടെയും ഓരോരോ മാറ്റവും കണ്ട ഒരു ഗെയിമാണിത്. അപ്പോൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇടയ്ക്ക് വെച്ച് ഞാൻ പറയാം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ രീതികളും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, E4 നീക്കി നമ്മുടെ നൈറ്റിനെതിരെ അറ്റാക്കുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. E4 നീക്കി വേണമെങ്കിൽ എനിക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. നൈറ്റ് വെച്ച് വെട്ടാമായിരുന്നു. നൈറ്റ് വെച്ച് വെട്ടിയാൽ എൻ്റെ നൈറ്റും പോകും. നൈറ്റ് അവർക്കുണ്ടല്ലോ വെണ്ടയ്ക്ക വണ്ണത്തിൽ. ആ നൈറ്റ് വെച്ച് എൻ്റെ നൈറ്റിനെ വെട്ടി എനിക്കൊരു നൈറ്റ് പോവുകയും ചെയ്യും. അവരുടെ നൈറ്റ് അവിടെ സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് വേണ്ട, ഞാൻ നൈറ്റിനെ മാറ്റി നൈറ്റ് G5ലേക്ക് മാറ്റിയിട്ട് ആൾക്കെതിരെ വീണ്ടും ഒരു അറ്റാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് കാസ്ലിംഗ് പടച്ചങ്ങ് വിട്ട് എതിരാളിയുടെ കാസ്ലിങ്ങിൽ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാനും ഒരു വലിയ കാസ്ലിംഗ് നടത്താം. ബിഷപ്പിനെ മാറ്റിയിട്ട് അടുത്ത മൂവ്മെൻറ്റ് കാസ്ലിംഗ് നടത്താൻ വേണ്ടി ഞാനും തീരുമാനിച്ചു. റൂക്കിനെ സെൻറ്ററോട്ട് അടുപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും എല്ലാവരും കളിക്കുന്ന കളി തന്നെ. കാസ്ലിംഗ് കഴിഞ്ഞാൽ റൂക്കിനെ സെൻറ്ററിലോട്ട് അടുപ്പിച്ചിട്ടുള്ള സവാരി ഗിരി. ഓക്കെ, ഞാനും വലിയ ഒരു കാസ്ലിംഗ് നടത്തി. ജയിക്കുമോ ഇല്ലെന്നൊക്കെ നമ്മൾ കണ്ടറിഞ്ഞേ പറ്റൂ. നൈറ്റ് C6 കളിച്ചുകൊണ്ട് വരുവാണ്. നൈറ്റ് C6 നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ നേരത്തെ കിട്ടിയ അതേ പ്ലാൻ തിരിച്ച് അങ്ങോട്ട് പണിയാണ്. നമ്മളെ വെട്ടിയാൽ നമ്മൾ വെട്ടും. ഓക്കെ, നൈറ്റിനെ വെട്ടത്തില്ല. അതേ നമ്മൾ ചെയ്ത അതേ റൂട്ട് തന്നെ പുള്ളിക്കാരൻ തിരിച്ച് ചെയ്യുകയാണ്. നൈറ്റിനെ വെട്ടാനിട്ട് കൊടുക്കാതെ നൈറ്റിനെ മാറ്റി നൈറ്റ് B4 വന്നിട്ടുണ്ട്. B4 വന്ന് നമ്മുടെ ആൾക്കെതിരെ അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നൈറ്റിനെ അടുത്ത ആനയുടെ കൊമ്പൊടിക്കാൻ വേണ്ടി ആനയ്ക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി നൈറ്റിനെ മുന്നോട്ട് തള്ളി. നൈറ്റ് B5 പുള്ളിക്കാരെ കളിച്ച് നമ്മുടെ നമ്മുടെ കട്ടിലിൻ്റെ അടിയിൽ വരെ വന്ന് കയറി കഴിഞ്ഞിട്ടുണ്ട്. നൈറ്റ് കിങ്ങിനെതിരെ അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. കിങ്ങിനെ ചെക്ക് വിളിച്ചിട്ടുണ്ട്. നമ്മൾ കിങ്ങിനെ നൈസായിട്ട് കിങ് B1 മാറ്റിയിട്ടുണ്ട്. കിങ് B1 രക്ഷപ്പെട്ടു പോകുന്നു. നൈറ്റ് B4 രക്ഷപ്പെട്ടു പോകുന്നു. ഓക്കെ, നമുക്ക് ചാടിപ്പരണ്ട് വെട്ടാൻ പറ്റത്തില്ല, കാരണം ആളിരിക്കുന്നതുകൊണ്ട് വെട്ടാനും പറ്റത്തില്ല. ബിഷപ്പ് C3 കളിച്ചു. ബിഷപ്പ് C3 നൈറ്റ് ക്യാപ്ചർ D5. അവരുടെ തനി സ്വരൂപം കാണിച്ചിട്ടുണ്ട്. തനി സ്വരൂപം കാണിച്ച് നമുക്കെതിരെ വരുന്നു. നമ്മൾ നമ്മുടെ തനി സ്വരൂപം കാണിക്കുന്നു. ബിഷപ്പ് ക്യാപ്ചർ F6. ചുരുക്കത്തിൽ പറഞ്ഞാൽ അതൊരു ബ്ലണ്ടറായിരുന്നു, ഒരു മിസ്റ്റേക്കായിരുന്നു, മണ്ടൻ മൂവായിരുന്നു. മണ്ടത്തരത്തിലൂടെ ജയിക്കാൻ പറ്റുമോ നോക്കാം. മണ്ടൻ മൂവാണ്. നൈറ്റ് ക്യാപ്ചർ F6 ഞാൻ ആൾ വെച്ച് വെട്ടുമെന്ന് പ്രതീക്ഷിച്ചു. ആ രീതിയിൽ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തത്. എന്തായാലും എൻ്റെ കണക്കൂട്ടൽ തെറ്റി. നൈറ്റ് ക്യാപ്ചർ F6 കളിച്ചു. ഞാൻ അടുത്ത നൈറ്റിനെ വീണ്ടും ചാടിക്കുന്നു. നൈറ്റ് D4 ആളെ വെച്ച് ബ്ലോക്ക് ചെയ്യുന്നു. C5 കളിച്ച് എൻ്റെ നൈറ്റിനെ അവർ കൊണ്ടേ പോകൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെ ആണെങ്കിൽ നീ കൊണ്ടേ പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അടുത്ത ചാടിച്ച് വീണ്ടും B5 കളിക്കുന്നു. നൈറ്റ് B5 ബിഷപ്പിനെ തിരിച്ചു കയറ്റി. അതെന്തിനാണ് ബിഷപ്പിനെ ഇപ്പോൾ തിരിച്ചു കയറ്റിയെന്ന് അറിയത്തില്ല. ഏകദേശം വേറെ അങ്ങോട്ടെങ്കിലും മാറ്റാൻ ഉള്ള ചാൻസ് ഉണ്ടായിരുന്നു. എന്തായാലും തിരിച്ചങ്ങ് കയറ്റി. കാരണം അല്ലെങ്കിൽ അവിടെ ഇരുത്തിനാൽ ഞാൻ വെട്ടിയാൽ അടുത്ത ചെക്കാവും. ചെക്കാവത്തില്ല. നമുക്ക് റൂക്കിനെതിരെയും ബിഷപ്പിനെതിരെയും അറ്റാക്ക് വരും. പിന്നെ അവിടെ ബിഷപ്പ് അവിടെ ഇരിക്കുമായിരുന്നെങ്കിൽ ബിഷപ്പിനെ പിടിക്കാൻ അല്ലെങ്കിൽ എൻ്റെ നൈറ്റിനെ പിടിക്കാൻ എൻ്റെ കുതിരയെ പിടിക്കാനൊന്നും അവിടെ ഒരാളും ഇല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം ബിഷപ്പിനെ തിരിച്ചെടുത്തത്. ഏകദേശം നമ്മൾ അറ്റാക്കിലേക്ക് പോകുന്നു. ക്യൂൺ C4 കളിക്കുന്നു. എൻ്റെ പ്ലാൻ എൻ്റെ ബുദ്ധിപരമായിട്ടുള്ള പ്ലാൻ മനസ്സിലായി കാണുമല്ലോ അല്ലേ. അടുത്ത മൂവ്മെൻറ്റ് ചെക്ക് വിളിക്കാം. പക്ഷേ ചെക്ക് മേറ്റ് ആക്കാൻ സാധിക്കത്തില്ലായിരിക്കും. ചെക്ക് വിളിച്ച് നമുക്കൊന്നൊന്ന് പേടിപ്പിക്കാമായിരുന്നു. പക്ഷെ അതിന് സമ്മതിക്കുന്നില്ല. ബ്ലോക്ക് ചെയ്തു. നല്ല കിടിലം ബ്ലോക്ക് ഇട്ട് തന്നു. D5 നീക്കി ബ്ലോക്ക് ഇട്ട് തന്നു. അവിടെ നിന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നൈറ്റ് ഇരിപ്പുണ്ട്, മന്ത്രി ഇരിപ്പുണ്ട്, വേറെ ഈ രണ്ടുപേർ ഇരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ റൂക്കിനെ വെച്ചൊരു പണി കൊടുത്താലോ നോക്കിയതാണ്. റൂക്ക് വെച്ച് വെട്ടി, നൈറ്റ് വെച്ച് വെട്ടി, നൈറ്റ് വെച്ച് വീണ്ടും വെട്ടി. നൈറ്റ് ക്യാപ്ചർ E4 ബിഷപ്പിനെ കൊണ്ടുവന്നു മന്ത്രിക്കെതിരെ പണിയാൻ നിൽക്കുക. ആ നൈറ്റിനെ മുന്നോട്ടെടുത്ത് ചെക്ക് വിളിച്ചിട്ടുള്ള പരിപാടിയായിരിക്കാം.
എന്തായാലും നമ്മൾ ബിഷപ്പിനെ ഒന്ന് മാറ്റി ഒന്ന് സ്ട്രോങ് ആക്കുന്നു. ബിഷപ്പ് E2 കളിക്കുന്നു. യെസ്, നൈറ്റ് F6 കളിച്ചു. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ആ ഒരു മൂവ്മെൻറ്റ് ഞാൻ കരുതിയില്ല, നിശ്ചയിച്ചില്ല. ഓക്കെ, നമ്മൾ മന്ത്രിയെ മാറ്റിയിട്ടുണ്ട്. എന്തായാലും നൈറ്റിനെ എടുക്കുന്നു. അവിടെ ഒരു ബ്ലണ്ടറാണ് കാണിച്ചത്. ആ മൂവ്മെൻറ്റ് അല്ലായിരുന്നു അവിടെ വേണ്ടത്. നൈറ്റിനെയും കൂടെ പുള്ളിക്കാരൻ നൈറ്റിനോട് എടുക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും സവാരി രീതിയിൽ ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. എന്തായാലും അത് പോയി, നഷ്ടപ്പെട്ടു. എന്തായാലും അടുത്ത ബ്ലണ്ടർ Queen E5. മണ്ടത്തരങ്ങൾ കൂട്ടി 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 വലിയൊരു കുന്നായിട്ട് നിൽക്കുവാണ്. അതിൻ്റെ മണ്ടയിൽ ചാടി ചത്താൽ മതി ഇനി. എന്തായാലും നൈറ്റ് ക്യാപ്ചർ F2. ഓക്കെ, അടുത്ത മൂവ്മെൻറ്റ് നൈറ്റ് ക്യാപ്ചർ F2. റൂക്കിനെ F1ലേക്ക് അയച്ചു. റൂക്കിനെ D1 ആയിരുന്നു എൻ്റെ ഒരു പ്ലാൻ, പക്ഷേ അത് ഇനി പറ്റത്തില്ല. ഇനി F1ലേക്ക് കളിക്കുന്നു. കാരണം നൈറ്റ് വന്ന് അറ്റാക്ക് ചെയ്യുക. നൈറ്റിനെ നമ്മൾ ബിഷപ്പ് വെച്ചെടുക്കുമ്പോൾ മന്ത്രി വന്ന് എടുത്ത് ചെക്ക് മേറ്റൊക്കെ ആക്കാനുള്ള സാധ്യത. ഓക്കെ, ചെക്ക് മേറ്റ് ആവുമായിരുന്നു. കാരണം ബിഷപ്പ് അപ്പുറത്തിരിപ്പുണ്ട്. അതുകൊണ്ട് ചെക്ക് മേറ്റിനുള്ള വലിയൊരു സാധ്യത അവിടെ ഉണ്ട്. അതുകൊണ്ട് ബിഷപ്പിനെ നമ്മൾ ഒരിക്കലും D1 കളിക്കാൻ പാടില്ല. ഞാൻ അങ്ങനെ ചെയ്തില്ല. നമ്മൾ ഭയങ്കര ബുദ്ധിമാന്മാരാണെന്നുള്ള അല്ലേ. എന്തായാലും മന്ത്രിക്കെതിരെ അറ്റാക്ക് വരുന്നു. F6 കൊണ്ട് അറ്റാക്ക് വരുന്നുണ്ട് കേട്ടോ. മന്ത്രിയായിട്ട് ഓട്ടിക്കുവാണ്, പല വഴിക്ക് ഓട്ടിക്കുവാണ്. യെസ്, മന്ത്രി F4 കളിച്ചു. നൈറ്റ് വീണ്ടും മാറുന്നു. നൈറ്റ് വെച്ച് വെട്ടിയാലോ? യെസ്, നൈറ്റിനെ വെട്ടുന്നു. ബിഷപ്പ് വെച്ച് നമ്മൾ വെട്ടി. നമ്മുടെ ബിഷപ്പ് ഇപ്പോൾ പോയി. നമ്മുടെ ബിഷപ്പും പോയി. നമ്മൾ തിരിച്ച് വെട്ടി. ബിഷപ്പിനെയും കളഞ്ഞു. ഏകദേശം ബോർഡൊന്നും നല്ല രീതിയിലായിട്ടുണ്ട് കേട്ടോ. കുറേ കുത്തൊക്കെ നടന്നിട്ട്. എന്തായാലും റൂക്ക് രണ്ടുപേർക്കും, എനിക്കൊരു റൂക്ക്, ഒരു മന്ത്രി, ഒരു നൈറ്റ് ഉണ്ട്. പുള്ളിക്കാരന് 2 റൂക്കുണ്ട്, ഒരു ബിഷപ്പുണ്ട്, ഒരു മന്ത്രിയുണ്ട്. എൻ്റെ നൈറ്റിൻ്റെ പ്രവൃത്തി പരിചയമായിരിക്കും. എന്തായാലും എൻ്റെ നൈറ്റ് വെച്ച് കാണിക്കുന്ന വേലാളിയായിരിക്കത്തുള്ളൂ. റൂക്കും ബിഷപ്പും കൂടി ചേർന്ന് കാണിക്കാൻ പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം അടുത്ത മൂവ്മെൻറ്റ്. നൈറ്റിനെ ഞാൻ C3 കളിക്കുന്നു. മണ്ടൻ മൂവുകളായിരിക്കും. ആണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. യെസ്, ഞാൻ എന്തായാലും തിരിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. ആളെ എടുത്തു. ചെക്ക് വിളിച്ചു, പക്ഷേ ചെക്ക് H8 മാറി. കിങ് H8 മാറി. അവിടെ എനിക്കൊന്നും ചെയ്യാനില്ല കേട്ടോ. പുള്ളി സേഫായി. ഇനി നൈറ്റ് വെച്ച് നമ്മളെ ക്യൂവിനെതിരെ അറ്റാക്ക് കൊടുക്കുകയാണ്. ക്യൂൻ വീണ്ടും പണിയാൻ നിൽക്കുകയാണ്. നമ്മൾ നൈറ്റിന് രണ്ടാമത്തെ സപ്പോർട്ട് കൊടുക്കുന്നു. നൈറ്റിന് മാത്രമല്ല ആൾക്കെതിരെ സപ്പോർട്ട് കൊടുക്കുന്നു. ആളെ മന്ത്രി ഇരിക്കുന്നതുകൊണ്ട് വെട്ടത്തില്ല. ഏകദേശം അവർ വേറെന്തോ പ്ലാനിട്ട് H6 കളിച്ചു. നമ്മൾ മണ്ടത്തരം, ഏറ്റവും വലിയ മണ്ടത്തരം, ഈ കളിയിലെ ഏറ്റവും വലിയ മണ്ടത്തരം ഇവിടെ കളിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിൽ നിന്ന് കരകയറാൻ ഇനി ഒരു ചാൻസുമില്ല. ഒരു ചാൻസും ഇല്ലാത്ത നല്ല കിടിലൻ സാധനം ഇവിടെ കളിച്ചു കഴിഞ്ഞിരിക്കുന്നു. ടൈമിൻ്റെ പ്രഷറിൽ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം എന്തുകൊണ്ടെന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ. ഇതൊക്കെ കണ്ടിട്ടാണ് പറയുന്നത്. നിങ്ങൾ സ്റ്റാറ്റർച്ച് നോക്കി കളിക്കുകയെ, അത് നോക്കി പഠിച്ചിട്ട് വന്ന് കളിക്കുന്നൊക്കെ കമൻറ്റ് ബോക്സ് നിറയെ ഇതാണ് സംഭവം. ഇങ്ങനത്തെ മണ്ടത്തങ്ങൾ കാണിക്കുന്നുണ്ട്. ഏകദേശം മന്ത്രി എടുത്തു. അടുത്ത റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുവാണ്. എന്തായാലും ഞാനൊരു ചിക്കൻ വിളിച്ച് പാസ്സാക്കാം. റൂക്കിനെ രക്ഷിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ചെക്ക് വിളിക്കാം. ഇനി ഈ കളി ജയിക്കും തോന്നില്ല, തോക്കും ഉറപ്പാണ്. യെസ്, കിങ് സേഫായിട്ട് മാറി. ഇനി അടുത്ത് റൂക്കിനെ മാറ്റേണ്ടതുണ്ട്. ഓക്കെ, നമ്മുടെ ടൈം ഓവറാകുന്നു. റൂക്ക് D1 കളിച്ചു. ഓക്കെ, നമ്മുടെ ടൈം ഓവറായി. നമ്മൾ തോറ്റു. അല്ലെങ്കിലും തോക്കുമായിരുന്നു, ഇപ്പോഴും തോറ്റു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.